ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ 2023-24 നടന്ന ഓണം എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ 8th സ്റ്റാൻഡേർഡിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. In the figure, the side CD of quadrilateral ABCD is extended to E. Angle B equal to 80 degree, angle C equal to 95 degree, and the measure of outer angle ADE equal to 70 degree. What is the measure of ADC? What is the sum of inner angles of quadrilateral? Find angle A. ABCD എന്ന ഒരു ചതുർഭുജത്തിൻ്റെ CD എന്ന വശം ഇയിലേക്ക് നീട്ടി വരയ്ക്കുകയാണ്, എക്സ്റ്റെൻഡ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ആംഗിൾ ബിയുടെ മെഷർമെൻറ്റ് 80 ആണെന്നും ആംഗിൾ സി 95 ആണെന്നും ADE എന്ന പുറംകോണിൻ്റെ അളവ് തന്നിട്ടുണ്ട്, 70 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് അവിടുത്തെ ഔട്ടർ ആംഗിൾ 70 ഡിഗ്രിയാണ്. അപ്പോൾ ADC എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ADEയും ADCയും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ്. കാരണം EC എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ലേ കിടക്കുന്നത്, ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ്. അപ്പോൾ EDAയും ADC എന്ന് പറയുന്നതിൻ്റെ സം എത്രയാണ്? 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ADC പ്ലസ് ആംഗിൾ ADE ഈക്വൽ ടു 180 ഡിഗ്രി. ADയുടെ മെഷർമെൻറ്റ് 70 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ADC പ്ലസ് 70 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ADC ഈക്വൽ ടു 180 മൈനസ് പ്ലസ് 70 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് 70 ആയി മാറും. ADC ഈക്വൽ ടു 180 മൈനസ് 70 ഡിഗ്രി. ആൻസർ എന്ത് വരും? 110 ഡിഗ്രിയാണ് ADCൻ്റെ വാല്യൂ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഇസ് ദ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ. ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജത്തിൻ്റെ എല്ലാ കോണുകളുടെയും തുക എത്രയാണ്? ആൻസർ എത്രയാണ്? 360 ഡിഗ്രിയാണ്. കാരണം ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് രണ്ട് ട്രയാങ്കിൾസ് ചേർന്നിട്ടാണ് ഫോം ചെയ്യുന്നത്. ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിളിൻ്റെ സം 180 ആണ്. അപ്പോൾ അങ്ങനെയുള്ള രണ്ടെണ്ണം ചേരുമ്പോൾ 180 × 2 360 ഡിഗ്രി വരും. അടുത്തതായിട്ട് ആംഗിൾ എയുടെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കണം. ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജത്തിൻ്റെ സം ഓഫ് ആംഗിൾസ് അല്ലെങ്കിൽ ഇന്നർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എപ്പോഴും 360 ഡിഗ്രിയാണ് ഉണ്ടാവുക. ആംഗിൾ ADC പ്ലസ് ആംഗിൾ DCB പ്ലസ് ആംഗിൾ ABC പ്ലസ് ആംഗിൾ DAB, 4 ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ADC 110 ഡിഗ്രിയാണ്. DCB എന്ന് പറയുന്നത് 95 ഡിഗ്രിയാണ്. DAB എന്ന് പറയുന്നതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ള ആംഗിൾ A. അപ്പോൾ DAB അതേപോലെ തന്നെ എഴുതുകയാണ്. ABC എന്ന് പറയുന്ന ആംഗിളുടെ മെഷർമെൻറ്റ് 80 ഡിഗ്രിയാണ്. അതെല്ലാത്തിൻ്റെയും കൂടെ സമ്മ് 360 എന്ന് എഴുതുന്നു. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ആംഗിൾ DAB ആണ് ആംഗിൾ A പ്ലസ് പിന്നെ 110ഉം 95ഉം 80യും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പം 285 ആണ് കിട്ടുക, ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പോൾ ആംഗിൾ A എത്രയാണ് വരിക? 360 ഡിഗ്രി മൈനസ് 285 ചെയ്യും. 360 ഡിഗ്രി മൈനസ് 285 എത്രയാണ്? 75 ഡിഗ്രിയാണ് ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലുക്ക് അറ്റ് ദ നമ്പർ പാറ്റേൺ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. 1 × 3 ഈക്വൽ ടു 3 ഈക്വൽ ടു 2 സ്ക്വയർ മൈനസ് 1. 2 × 4 ഈക്വൽ ടു 8 ഈക്വൽ ടു 3 സ്ക്വയർ മൈനസ് 1. 3 × 5 ഈക്വൽ ടു 15 ഈക്വൽ ടു 4 സ്ക്വയർ മൈനസ് 1. ഫസ്റ്റ് ലൈൻ നോക്കുക, 1 2 3. അപ്പോൾ അടുത്ത ലൈന് എഴുതാനാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ 1 2 3 കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനിൽ ഫസ്റ്റ് വരുന്ന ഡിജിറ്റ് 4 ആയിരിക്കും. 3 4 5 ആവുമ്പോൾ നെക്സ്റ്റ് വരെ ഏതാണ്? 6. 4 × 6 എത്രയാണ് വരിക? 24. ആദ്യത്തെ ലൈൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 1ൻ്റെയും 3ൻ്റെയും ഇൻ ബിറ്റ്വീൻ വരുന്ന നാച്ചുറൽ നമ്പർ 2 ആണ്. അപ്പോൾ അതിനെ 2 സ്ക്വയർ മൈനസ് 1 എഴുതി. ഇനി 2ഉം 4ഉം കൺസിഡർ ചെയ്യുമ്പോൾ അത് 3 ആണ്. അപ്പോൾ 3 സ്ക്വയർ മൈനസ് 1 എന്നും 3 5 ആകുമ്പോൾ 4 ആണ്. അപ്പോൾ 4 സ്ക്വയർ മൈനസ് 1 എഴുതി. ഇവിടെ 4ൻ്റെയും 6ൻ്റെയും ഇൻ ബിറ്റ്വീൻ ഉള്ള നാച്ചുറൽ നമ്പർ 5 ആണ്. അപ്പോൾ 5 സ്ക്വയർ മൈനസ് 1 ആവും. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 8 × 10 80 ആണ്. അപ്പോൾ 8ൻ്റെയും 10ൻ്റെയും ഇൻ ബിറ്റ്വീൻ ഉള്ള നാച്ചുറൽ നമ്പർ ഏതാണ്? 9 ആണ്. അപ്പോൾ 9 സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിൽ ലെഫ്റ്റിലുള്ള ആ ലൈൻ തന്നിട്ടില്ല, അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്.
അപ്പോൾ 120 തന്നിട്ടുണ്ട്, 11² - 1 തന്നിട്ടുണ്ട്. അപ്പോൾ 11 എന്ന് പറയുന്നത് ഏത് രണ്ട് നാച്ചുറൽ നമ്പറിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണെന്ന് ചെക്ക് ചെയ്യുക. 11 എന്ന് പറയുന്നത് 10ൻ്റെയും 12ൻ്റെയും ഇൻ ബിറ്റ്വീൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10 × 12 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഇനി അടുത്തതൊരു ജനറൽ ഫോം എഴുതുകയാണ് ഈ ഒരു പാറ്റേണിൻ്റെ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടുവിനെ നമുക്ക് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എന്നും എക്സ് ഇൻറ്റു ടുവിനെ 2x ആയിട്ടും കൊടുക്കാം. ഇവിടെ എക്സിൻ്റെയും എക്സ് പ്ലസ് ടുവിൻ്റെയും നടുവിൽ വരുന്ന നാച്ചുറൽ നമ്പറാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ എക്സിൻ്റെ എക്സ് പ്ലസ് ടുവിൻ്റെ നടുവിൽ വരുന്ന ഏതാണ്? x+1. ആൻസർ x+1² ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്